നമസ്കാരം. മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ്. സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങി ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി, നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് അദ്ദേഹം. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കോമഡി സിനിമയുടെ ഒരു നിര തന്നെ ദിലീപിന്റേതായുണ്ട്. മീശമാധവൻ, CID മൂസ, കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ദിലീപിന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 തിയേറ്ററുകൾ എത്താൻ പോവുകയാണ്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ ചിത്രം നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് സംവിധാനം ചെയ്യുന്നത്. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ഒരു പൂർണ്ണ കുടുംബ ചിത്രമായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത്. ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും ദിലീപിന്റെ അനുജന്മാരായി എത്തുന്ന ചിത്രത്തിൽ സിദ്ദീഖ്, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, ഉർവശി, ജോണി ആന്റണി തുടങ്ങിയവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നുണ്ട്. ഊട്ടി, കോഴിക്കോട്, എറണാകുളം എന്നിവിടങ്ങളിൽ 85 ദിവസം നീണ്ട ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രത്തിൽ അണിയറ പ്രവർത്തകരും ദിലീപ് ആരാധകരും വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. സനൽ ദേവിന്റെ സംഗീതത്തിൽ അഫ്സൽ ആലപിച്ച ചിത്രത്തിലെ ഹാർട്ട് ബീറ്റ് കൂടണ് എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളുമായി ബന്ധപ്പെട്ട നിരവധി TV, YouTube ചാനലുകളിൽ ദിലീപിന്റെയും മറ്റു താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും അഭിമുഖങ്ങളും വരുന്നുണ്ട്. ഇത്തരത്തിൽ കാർത്തിക് സൂര്യയുടെ YouTube ചാനലിലെ പോഡ്കാസ്റ്റിൽ അതിഥിയായി ദിലീപ് എത്തിയിരുന്നു. ആ സമയത്ത് ദിലീപ് ധരിച്ച വാച്ചിനെ സംബന്ധിച്ച് ക്രോണോഗ്രാഫ് ബൈ എഫിൻ എന്ന YouTube ചാനലിൽ വന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എഫിൻ പങ്കുവച്ച ദിലീപിന്റെ വാച്ച് വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ദിലീപ് ധരിച്ചിരിക്കുന്നത് ടോണിനോ ലംബോർഗിനി എന്ന ബ്രാൻഡിന്റെ സ്പൈഡർ എക്സ് ബ്ലാക്ക് യെല്ലോ വാച്ചാണ്. ലംബോർഗിനി എന്ന ഹൈപ്പർ സ്പോർട്സ് കാർ ബ്രാൻഡിന്റെ ഒഫീഷ്യൽ ഗാഡ്ജൻ പാർട്ണറായ ടോണിനോ ലംബോർഗിനി എന്ന ബ്രാൻഡിന്റെ ലോഗോ പോലെയാണ് ഈ ബ്രാൻഡിന്റെ കേസ് ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 53mm കോഡ് മൂവ്മെന്റ് വാച്ചാണ്. എഫിൻ വിശദീകരിക്കുന്നു. സ്റ്റീൽ കേസ് ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ലംബോർഗിനി കാറുകളെ പോലെ സ്പോർട്ടി ഡിസൈനാണ്. മിനറൽ ഗ്ലാസ് കാണാം. അതിൽ സഫയർ കോട്ടിങ്ങും ബ്രാൻഡും കൊടുത്തിരിക്കുന്നു. മൾട്ടി ലെയർ വെസലുള്ള ഈ വാച്ചിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഹണികോം ഡയൽ കാണാം. റബ്ബർ സ്ട്രാപ്പിൽ യെല്ലോ സ്റ്റിച്ചിങ്ങും കൊടുത്തിരിക്കുന്നു. ദിലീപ് ധരിച്ചിരിക്കുന്ന ഈ വാച്ചിന്റെ ഇന്നത്തെ ഓൺലൈൻ വില 97,300 രൂപയാണെന്നും എഫിൻ കൂട്ടിച്ചേർക്കുന്നു. പ്രമുഖ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററായ എഫിൻ സെലിബ്രിറ്റികളുടെ വാച്ചുകളെയും ഔട്ട്ഫിറ്റുകളുടെയും കുറിച്ചുള്ള റീലുകളാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. ക്രോണോഗ്രാഫ് 2022 എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എഫിൻ തന്റെ റീലുകളും പങ്കുവയ്ക്കുന്നു. ഏകദേശം 6 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. ക്രോണോഗ്രാഫ് ബൈ എഫിൻ എന്ന YouTube ചാനലിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം 4 ലക്ഷത്തിന് മുകളിലാണ്. ലുലു ഗ്രൂപ്പ് ചെയർമാനായ MM യൂസഫലി എഫിന് നേരത്തെ റാഡോ വാച്ച് സമ്മാനമായി നൽകിയത് ശ്രദ്ധേയമായിരുന്നു. ഔദ്യോഗിക പരിപാടികൾക്കായി കേരളത്തിലെത്തിയ MM യൂസഫലി കൊച്ചിയിലെ ലുലു ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് വാച്ച് സമ്മാനിക്കുകയായിരുന്നു. യൂസഫലിയുടെ ബ്രാൻഡ് ലോഗോ പതിച്ച് ഈ വാച്ചിന്റെ ഏകദേശ വില 2 ലക്ഷം രൂപയാണ്. അതിനു മുമ്പ് യൂസഫലിയുടെ ഉമ്മയുടെ ചിത്രം പതിപ്പിച്ച ഒരു വാച്ച് എഫിൻ യൂസഫലിക്ക് സമ്മാനിച്ചിരുന്നു. ഒരു പ്രസംഗത്തിൽ ഉമ്മയെക്കുറിച്ച് വൈകാരികമായി സംസാരിക്കുന്ന യൂസഫലിയെ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വാച്ച് സമ്മാനിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതെന്നാണ് എഫിൻ വ്യക്തമാക്കുന്നത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നതിനു ശേഷം ദിലീപിന്റെ കരിയറിൽ വലിയ തോൽവികളും നഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും അത് നടന്റെ ആസ്തിയെയോ വരുമാനത്തെയോ ബാധിച്ചിട്ടില്ല. നമുക്കറിയാം, സ്വന്തം അധ്വാനം കൊണ്ട് മിമിക്രിയിലൂടെ വളരെ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് എത്തിയ നടനാണ് ദിലീപ്. മഞ്ജുവും അതുപോലെ തന്നെ വലിയ ധാരാളം വിജയങ്ങളുള്ള ഒരു ഭൂതകാലമുള്ള നടിയാണ്. പക്ഷേ ഇന്ന് ഇരുവരും സഞ്ചരിക്കുന്ന പാതകൾ വ്യത്യസ്തമാണ്. മികച്ച കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് മഞ്ജു വാര്യർ മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രതിഫലം വാങ്ങുന്ന നടിയായി മാറിയപ്പോൾ ദിലീപ് ആകട്ടെ തുടരെയുള്ള ബോക്സ് ഓഫീസ് പരാജയങ്ങളിൽപ്പെട്ട് കരകയറാനാവാതെ നിൽക്കുകയാണ്. മിമിക്രി താരത്തിൽ തുടങ്ങി സംവിധാന സഹായിയായി പിന്നീട് നടനായി വളർച്ചയാണ് ദിലീപിലുണ്ടായത്. 3000 രൂപ പ്രതിഫലം വാങ്ങി സിനിമകളിൽ അഭിനയിച്ച താരത്തിന്റെ ഇന്നത്തെ പ്രതിഫലം കോടികളാണ്. സിനിമയ്ക്കൊപ്പം തന്നെ ബിസിനസ്സിലും അദ്ദേഹം പണ്ടേ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ലഭിച്ച പണമൊന്നും തന്നെ താരം വെറുതെ കളഞ്ഞിട്ടില്ല. തിയേറ്ററുകൾ, ഹോട്ടലുകൾ തുടങ്ങി നല്ലൊരു ഇൻവെസ്റ്റ് തന്നെ അദ്ദേഹം ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. ഏകദേശം 600 കോടി രൂപയാണ് ദിലീപിന്റെ ആസ്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. വിവിധ റിപ്പോർട്ടുകളിൽ ഇത് 500 കോടിയാണെന്നും പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നാണ് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ദിലീപിന്റെ ബിസിനസ് തന്ത്രങ്ങളും പണം ഇരട്ടിപ്പിക്കാനുള്ള ബുദ്ധിയും നിർമ്മാണത്തിലും മറ്റു സിനിമാ മേഖലകളിലുമുള്ള ബന്ധങ്ങളും അദ്ദേഹത്തെ 600 കോടി ആസ്തിയുള്ളയാളാക്കി മാറ്റുന്ന പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അടുത്തിടെ എല്ലാ സിനിമകളും പരാജയവുമായിരുന്നെങ്കിലും ഇതൊന്നും ദിലീപിനെ ബാധിച്ചിട്ടില്ല. കാരണം അതിന്റെ എല്ലാ പ്രൊഡ്യൂസേഴ്സ് വേറെയായിരുന്നു. ദിലീപിന്റെ പ്രൊഡക്ഷനിൽ പുറത്തു വന്ന ചില സിനിമകളിലും നഷ്ടമുണ്ടായെങ്കിലും ഇവ OTT ഫോമുകളിൽ ലാഭത്തിൽ തന്നെയാണ് വിറ്റുപോയിട്ടുള്ളത്. ദിലീപും പ്രിയ സുഹൃത്ത് നാദൃശയും ഒന്നിച്ചു തുടങ്ങിയ ദേ പുട്ട് എന്ന റെസ്റ്റോറന്റ് വലിയ ഭക്ഷണ ആരാധകരുള്ള കൊച്ചിയിലെ ഒരു മികച്ച സ്ഥലമാണ്. റെസ്റ്റോറന്റ് മേഖലയിൽ ഉണ്ടായ ലാഭം മൂലം കോഴിക്കോട്, ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിലെല്ലാം ദേ പുട്ടിന് ഇപ്പോൾ ശാഖകളുണ്ട്. ഡി സിനിമാസ് എന്ന പേരിൽ തിയേറ്ററും ദിലീപിന് സ്വന്തമായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഗാനഗന്ധർവൻ യേശുദാസിന്റെ കുടുംബ വീട് വാങ്ങി അവിടം മാംഗോ ട്രീ എന്നൊരു റെസ്റ്റോറന്റും ദിലീപ് തുടങ്ങിയിട്ടുണ്ട്. വില കൂടിയ കാറുകളുടെ വലിയ ശേഖരം തന്നെ താരത്തിനുണ്ടെന്ന്
റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റും വമ്പിച്ച നിക്ഷേപം നടൻ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ ലാഭവിഹിതമെല്ലാം ദിലീപിന്റെ ആസ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടി മഞ്ജു വാര്യർ തന്നെയാണ്. ആസ്തിയിൽ മഞ്ജു വാര്യർ ദിലീപിനെ പിറകിലാക്കിയിട്ടുമുണ്ട്. വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജു വാര്യർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത്. ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായും മഞ്ജു വാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ്. വിലപിടിപ്പുള്ള നായികമാരിൽ ഒരാളായ മഞ്ജു വാര്യർ പടിപടിയാണ് സാമ്പത്തികമായി വളർന്നത്. 140 കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജു വാര്യർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 50 ലക്ഷം രൂപ മുതൽ 1 കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട്. ആഡംബര കാറുകളും ബൈക്കും മഞ്ജു വാര്യർക്കുണ്ട്. തെനുവ് എന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് 21 ലക്ഷം രൂപ വില വരുന്ന BMW R1250 GS എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത്. റേഞ്ച് റോവർ, മിനി കൂപ്പർ, ബലാനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട്. 1 കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വേലാർ. മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജു വാര്യർക്ക് പിറകോട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ മഞ്ജു വാര്യരെ പോലെ വളരെ ബോൾഡായിട്ടുള്ള ഒരു നടി ഉണ്ടായേ തീരൂ. അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉർവശി, മഞ്ജു വാര്യർ പോലെയുള്ളവർ മാത്രമേ ഇതുവരെ മലയാളത്തിൽ സാധിച്ചിട്ടുള്ളൂ. ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്തിയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്ക് വ്യൂ സർട്ടിഫിക്കറ്റ് ലഭിച്ച വിവരം കഴിഞ്ഞ ദിവസം ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ പോസ്റ്റിന് താഴെ നിരവധി പേർ വിമർശിച്ചും അനുകൂലിച്ചുമുള്ള നിരവധി കമന്റുകൾ പങ്കുവച്ചിരുന്നു. മഞ്ജു വാര്യരെ ഓർമ്മിപ്പിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസ് പരാമർശിച്ചും ദിലീപിന്റെ സിനിമ തെരഞ്ഞെടുപ്പുകളെ വിമർശിച്ചുമെല്ലാം കമന്റുകൾ വന്നിരുന്നു. ദിലീപിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരെന്നും കമന്റ് ബോക്സിൽ കാണാം. താങ്കളുടെ വളർച്ചയെ പകയോടെ നോക്കിക്കണ്ട പലരും ചേർന്ന് അധികാര പിൻബലത്താൽ താങ്കളെ കുറ്റാരോപിതനാക്കി. എന്റെ മനസാക്ഷിയല്ല, എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ചെയ്ത് സ്വന്തം ജീവിതം കളയാൻ മാത്രമുള്ള ഒരു വിഡ്ഢിയല്ല ദിലീപ്. അതും സൂപ്പർ സ്റ്റാറുകൾക്ക് മേലെ സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന മോസ്റ്റ് വാല്യുബിൾ അൾട്ടിമേറ്റ് സ്റ്റാർ ആയ ദിലീപ്. താങ്കൾക്ക് പറ്റിയ പിഴവ് വ്യക്തിത്വമില്ലാത്തവരെ സുഹൃത്തുക്കളായി വിശ്വസിച്ചതാണ്. നാളെ ദിലീപേട്ടൻ നിരപരാധിയെന്ന് കോടതി വിധിക്കും. താങ്കൾ തിരിച്ചുവരും, പടങ്ങൾ ചെയ്യും, സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കും. ദിലീപിനെ വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയാലൊന്നും ന്യൂ ജനറേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയില്ല. വെറൈറ്റി വേണം. ദയവായി നല്ല കഥയുള്ള കോമഡി എന്റർടൈൻമെന്റിൽ ഫോക്കസ് ചെയ്യൂ. വിജയം ഉറപ്പ്. ബാന്ദ്ര, തങ്കമണി പോലുള്ള മണ്ടത്തരങ്ങൾ ഒഴിവാക്കൂ പ്ലീസ് എന്നാണ് മറ്റൊരാൾ കമന്റ് പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ കറ ഏത് കടലിൽ കൊണ്ടുപോയി കഴുകിയാലും മാറില്ല. പാവം മഞ്ജു ചേച്ചിയുടെ കണ്ണുനീരിന്റെ ശാപമാണ്. നിങ്ങളുടെ പടം OTT കാർ എടുത്താൽ തന്നെ ഭാഗ്യമാണ് എന്ന് കൂട്ടിക്കോ. ഇങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.